സംവിധാനത്തെ നിലനിർത്തി കൊണ്ടുപോയി ഗവൺമെന്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിൻ്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല? ഇന്റലിജൻസ് RSS നേതാവിനെ ഈ പറയുന്ന ADGP അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല? പിന്നെ എന്ത് ഉത്തരവാദിത്തം? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എൻ്റെ പരാതി. അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ്. കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്, സോളാർ കേസ്. ആ കേസ് അട്ടിമറിച്ചതിൻ്റെ കാര്യങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ പിന്നിലും ഈ അജിത് കുമാറാണ്. എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടിയ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ട് ഈ പാർട്ടി പറയട്ടെ. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വേറെയും ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇന്ന് ഇപ്പോൾ നമ്മുടെ LDF നേതാവ് സഖാവ് TP ഒക്കെ പറഞ്ഞല്ലോ, അൻവർ എഴുതി തന്നിട്ടില്ല. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അത് കൃത്യമായി എഴുതി കൊടുക്കും. എന്നിട്ട് പാർട്ടി പഠിച്ചാൽ തീരുമാനം എടുക്കട്ടെ. എത്ര വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ പോലീസിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും BJPയെയും RSSനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത്. ഇനിയും വേറെ തെളിവുകൾ വരുന്നുണ്ട്. വി വിൽ വെയിറ്റ് ആൻഡ് സീ.